ഹായ് ഫ്രണ്ട്സ്, മോട്ടിവേഷൻസിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. പലരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. രണ്ട് തരം മോട്ടിവേഷൻസ് ആണുള്ളത്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻസ്. ഒരാളുടെ അകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന മോട്ടിവേഷനാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അതിലേക്ക് വരുന്നതിന് മുന്നേ എക്സ്ട്രിൻസിക് എന്താണെന്ന് നോക്കാം. എക്സ്ട്രിൻസിക് ആണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന എല്ലാതരം മോട്ടിവേഷൻസും. അത് ആളുകളുടെ സംസാരമാവാം, ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മൾ അറ്റൻഡ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു പുസ്തകം വായിച്ചതായിരിക്കാം, നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻസ് ആയിരിക്കാം, നല്ല പൂന്തോട്ടം, വീട്, കാറ്, ഇതിനകത്തൊക്കെ കിട്ടുന്ന ഒരു എനർജി ആയിരിക്കാം. ഇതൊക്കെ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അയാളുടെ അകത്ത് ഇൻട്രിൻസിക് മോട്ടിവേഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രണ്ട് മോട്ടിവേഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് പോയി കണ്ടിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ വെറുതെ എല്ലാ ദിവസവും മോട്ടിവേഷണൽ വീഡിയോസ്, റീൽസ് കണ്ടതുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അതിനെക്കുറിച്ച് പഠിക്കുക. താങ്ക് യു സോ മച്ച്.